മക്കളെ, ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുന്നേ എന്റെ പുതിയ ഷട്ടി ആ സ്റ്റാൻഡിൽ കണ്ടില്ലെങ്കിൽ ഈ അസ്ലമാരാന്ന് നീയൊക്കെ തിരിച്ചറിയും കേട്ടല്ലോടാ. എടാ എന്തുവാടാ ഈ തള്ള പഠിപ്പിക്കുന്നത്? സബ്ജക്ട് ചെയ്താൽ ഒരു കാര്യം ചെയ്യുമ്പോ എന്നോട് ചോദിക്കാം. എടാ അപ്പു, എന്തുവാണോ? എടാ അപ്പു, ഇത് ഏതാ സബ്ജക്ട്? നീ ഒന്നും പറഞ്ഞതാടാ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മാൻ, ഒന്ന് പോയി തരൂ. കൊച്ചെടുക്കാം എനിക്ക് പറഞ്ഞോടാ. ഓ ഇതിനെ കൊണ്ട് ഇവിടെ തന്നെ കൊണ്ടൊന്ന് കൂട്ടിയാ കൂടുതലുണ്ടോ? നല്ല പ്രായമുണ്ടല്ലോ. ലുക്ക് അറ്റ് യു മാൻ, നല്ല പഠിക്കുമ്പോ കൂടെ. ചേട്ടാ എന്തൊക്കെയുണ്ട്? വാ സുഖം തന്നെ. അതല്ലോ കഴിക്കാൻ എന്തൊക്കെയുണ്ട്? വാ കഴിക്കാൻ അതിപ്പോ ഞാൻ പറഞ്ഞു. ചിക്കൻ ഡബിൾസ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ റോസ്റ്റ് ബിരിയാണി, ചിക്കൻ ഫ്രൈഡ് ബിരിയാണി, ചിക്കൻ കാമ്പോ, ഗ്രിൽ കോമ്പോ, ഗ്രിൽ ഫ്രൈ കോമ്പോ, പനീർ കോമ്പോ, ചിക്കൻ കോമ്പോ, മതി ചിക്കൻ കോമ്പോ, ഗ്രിൽ കോമ്പോ, ബീഫ് കാമ്പോ. ചേട്ടാ എനിക്കൊരു ഫ്രൈ കോമ്പോ. അയ്യാ അതിപ്പോ തീർന്നേ ഉള്ളു. ചിക്കൻ വാ അത് 2 മണിക്കൂർ എടുക്കും കേട്ടാ. ഇപ്പൊ കഴിക്കാൻ എന്താ ഉള്ളത്? ബീഫും പൊറോട്ടയുണ്ട്, ചിക്കൻ ദോശയുണ്ട്. ആകെ 2 സാധനം ഉള്ളു. വേറെ ചിക്കന് പൊറോട്ടയുണ്ട്, ബീഫും ദോശയുണ്ട്. എന്തിനെടുക്കണം? എന്നാ പിന്നെ 2 പൊറോട്ടയും ബീഫും എടുക്കും. പെണ്ണ നിനക്ക് എന്തൊരു വേണം? ബണ്ണെന്നില്ല. ബണ്ണല്ലടോ, അവൾക്ക് മറ്റേതാ വേണ്ടത്, മറ്റേ ചിക്കനും ദോശയും. വാ ഡേ 2 ബീഫും പൊറോട്ടയും ഒരു ചിക്കൻ ദോശ അടിക്കും. പിള്ളേർക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. എന്തായിരിക്കും എന്തിനാണ് കുഴപ്പം? സൂപ്പർ കഴിക്കുന്നൊക്കെ ഒന്ന് കഴിയുമ്പോഴേ എന്ത് വൃത്തികേടാണോ ഇത്? പിന്നെ മനുഷ്യന് തൂടാൻ പോലും സമയമില്ല. ഓഹോ ഈ പെണ്ണിന് കുറച്ച് തളപ്പ് കൂടുതലാണല്ലോ. നിങ്ങളുടെ ബീഫ് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ ഇതിലൊരു ഈച്ച കൊടുക്കുന്നു. തള്ളേ ഈച്ചനെ ഞാൻ മാറ്റിയതാണല്ല. ഈ വട്ടവണ്ടി ഇവിടെ വന്ന ചേട്ടാ ഇവ കഴിച്ചോ കേട്ടോ. ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. ചേട്ടാ തൽക്കാലം ഞാൻ ഇത് അടിച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ വാ പൈലുള്ള കാലത്ത് നടന്നിട്ടുണ്ട് കേട്ടോ മനുഷ്യനെ മെനക്കെടുക്കാനായിട്ട്. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കുപ്പി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മോൾഡോവിൽ തന്നെ ഏറ്റവും ടേസ്റ്റി ഒത്തന്റിക് ഇന്ത്യൻ ക്യൂസിൻ കിട്ടുന്ന ഒരു കിണ്ണ കാഴ്ച റെസ്റ്റോറന്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഇവിടുത്തെ ബീഫ് എന്താണ് ഇവിടെ ബ്ലോഗില്ലേ? ഇല്ല ഞാൻ പോവാം. ഗായ്സ്, നമ്മൾ ഈ മോൾഡോവയിലെ ഒരു ബ്രില്യന്റ്, ഇന്റലിജന്റ്, കൈൻഡ് ഹാർട്ടഡ് സോഷ്യൽ സർവീസ് ആണ് പുള്ളിയുടെ മെയിൻ. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. Hi all, I am Ghafoor. We introduce this well-reputed university, USMAFE, to you all. And this is located in the Eastern European country, Moldova. It's an extraordinary place, and this university is friendly, well-qualified professors and faculty staff. University campus is just wow. You can get admission here possible. ഞാൻ ഈ വീഡിയോയുടെ താഴെ നമ്പർ ആൻഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. യു ക്യാൻ കളക്ട് ദി ഡീറ്റെയിൽസ്. Students for better future. വാവ് ഗൈസ്, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. വാവ് ഗൈസ്, Real doctors, Moldova doctors. Wow! Finally, you come, everything good, you happy, we happy, we all happy. ഗോ എടാ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇല്ല നീയൊക്കെ എന്തിനാണ് എല്ലാവരും ജീവിക്കുന്നത്? ജാസ്മിൻ ജാസ്മിൻ വേണ്ടതാ എന്തോ എനിക്കൊരു റൂമല്ല ഒരു മണിയറ തന്നെ ഒരുക്കി തരാം. ഓക്കെ എന്നാ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. പിന്നെ അപ്പം ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാം ഇവിടെ ആദ്യമായി പഠിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ നിയമങ്ങൾ പരിചയപ്പെടാനുണ്ട്. മലയാളം അറിവിടാത്തവർക്കായി നമ്മളിവിടെ ട്രാൻസ്ലേറ്റർ പയ്യനുണ്ട്. അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിയമം 1 നമുക്ക് കിടക്കാം. അതെ, നിയമം 1. ഇവിടെ എല്ലാം ഞങ്ങളാണ്. ഞങ്ങളറിയാതെ ഒന്നും നടക്കൂല. ഒരു രോമം അനങ്ങിയാലും അത് ഞങ്ങൾ അറിയും. പിന്നെ ഇതൊന്നും കേട്ട് നിങ്ങൾ ആരും പേടിക്കണം കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഈ ഞാനുണ്ട്. Okay guys, so hold on. We are everything here. Without we knowing, no hair will walk here. But no guys, especially beautiful ladies. For you guys, especially I am here. For every solution, I am the problem. I mean, for every problem,
ഐ ആം ദ സൊല്യൂഷൻ. നിയമം 2. ഇതൊരു യൂറോപ്യൻ രാജ്യമായതുകൊണ്ട് സംസ്കാരം വ്യത്യസ്തമാണ് മക്കളെ. പെൺകുട്ടികൾ ക്രോപ്പ് ടോപ്സും ആധുനിക വസ്ത്രങ്ങളും ധരിക്കണം. മനോവികാസത്തിന് ഇത് വളരെയധികം അനുയോജ്യമാണ്. ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് വെറും ഉദ്ദേശശുദ്ധിയോട് മാത്രമാണ്. അതെ, ഈ മനോവികാസം ഒന്നും പറ്റില്ല. ഇവന് ഇത് എവിടെ നിന്ന് കിട്ടി? ആളോട് പറഞ്ഞു വിടാറുണ്ട്. പറഞ്ഞോണ്ട് ചവള. And now, role 2. This country is your. So, same but different condition. Girls dress fully embracing. Maximum here, also maximum. This is good for manoeuvres. No wrong understand. This is for good thinking. നിയമം 3. എല്ലാവരും സീനിയേഴ്സിനെ ബഹുമാനിക്കുകയും അവരെ സാറെന്നോ മേഡമെന്നോ മാത്രം അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. Finally, rule 3. Everybody respect seniors. If anybody so senior, call. Yes sir. Okay sir. Okay ma'am. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു ഹോളി പരിപാടി സെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ എല്ലാരെയും ഒന്ന് ഒറ്റയ്ക്ക് പരിചയപ്പെടണം കേട്ടല്ലോ. അല്ലേ അസ്ലാം? Yes, ഒറ്റയ്ക്കൊറ്റയ്ക്ക് എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിചയപ്പെടണം. ചിച്ചു മറക്കരുത്, നമുക്കത് കാണണം കേട്ടാ. നമ്പരോടെ ചോദിച്ചാൽ നമുക്ക് തരും. Only this. More after this, a hole is coming. മതിയുടെ കൺമണി
ഡാൻസ് ആയാലും എൻ്റെ പേര് നമുക്ക് ചെയ്യാം. എനിക്ക് അതിനും കൂടാതെ നമുക്കൊന്ന് ചെയ്യാം. Ding ding dong.
ഇവിടുത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാർ വരെ കിടന്ന് തുള്ളുകയില്ലേ? ജനം കിടന്നുണ്ടായിരുന്നു. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലി ഇങ്ങനെ. That was Disha 2024, sponsored by Embassy of India to Moldova, Dynamo Moldova, co-sponsored by Dentist Dentino, Synetis Consultancy Private Limited, Miss Medical Institution of Screening Tests, Bright Future Group of Education, Study Energy Solutions and Creative Minds, and Pescara Restaurants and Campus Abroad Educational Services. Thank you. Now, these are the So friends, Disha has finally come to an end, and that was Disha 2024, and it was one of the most memorable moments in the first year of any students in Moldova. And thank you, that's all for today, and I'll catch you in the next video very soon. Bye.